അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനവും വിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം മർമ്മപ്രധാനമായി നിൽക്കുന്നത് ജിന്നുകളോടുള്ള സഹായതേട്ടവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിനുവേണ്ടിയാണ് നമ്മുടെ കേരളത്തിലെ കൊയ്ച്ചനയിൽ ഒരു സംവാദം നടന്നത്. ജിന്നിനോടുള്ള സഹായതേട്ടം തൗഹീദിന് വിരുദ്ധവും ഷിർക്കുമാണ് എന്ന് കുഞ്ഞു മുഹമ്മദ് മദനിയും PN അബ്ദുൽ ലത്തീഫ് മൗലവിയും സക്കരിയ സ്വലാഹിയും ഷമീർ മദീനിയും ഹംസ മദീനിയും അതുപോലെ വിസ്റ്റത്തിലുള്ള 7 പണ്ഡിതന്മാരും കേരള നദുവത്തുൽ മുജാഹിദീനുള്ള 3 പണ്ഡിതന്മാരും കൂടിയിരുന്ന് ഒപ്പുവെച്ച ഒരു വാദം. ജിന്നിനോടുള്ള സഹായതേട്ടം തൗഹീദിനും വിരുദ്ധവും ഷിർക്കുമാണ് എന്ന വാദം കോയിച്ചന സംവാദത്തിലെ വാദമായിട്ട് കേരള നദുവത്തുൽ മുജാഹിദീൻ എഴുതി. എന്നാൽ ഈ 10 പണ്ഡിതന്മാർ ഒപ്പുവെച്ചത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് 2013 ഫൈസൽ മുസ്ലിയാർ അവിടെ അവരുടെ വാദമായി എഴുതി. ജിന്നിനോടുള്ള സഹായതേട്ടം ഷിർക്കാകുന്നതുമുണ്ട്, ഷിർക്കാകാത്തതുമുണ്ട് എന്ന്. ആദ്യമായി ലോകത്ത് ഇതിനു വേണ്ടി ഒരു സംവാദം നടന്നത് നമ്മുടെ കേരളത്തിലായിരിക്കും ഈ വിഷയത്തിൽ. ക്രമേണ അവർ ആയത്തുകൾ ഓതുകയും ആയത്ത് ദുർവ്യാഖ്യാനിക്കുകയും സഹാബാക്കളുടെയും മുഫസ്സിരീങ്ങളുടെയും പേരിൽ കളവ് പറയുകയും കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ 107 മുഖാമുഖങ്ങൾ സംഘടിപ്പിച്ചു എന്ന് ഗീർവാണം മുഴക്കുകയും ഒക്കെ ചെയ്തു. അതിനുവേണ്ടി തുടർ വാദപ്രതിവാദത്തിന് നിരന്തരമായി വെല്ലുവിളിക്കുകയും ആ വാദപ്രതിവാദത്തോടു കൂടി പിന്നെ മുജാഹിദുകളെ വാദപ്രതിവാദത്തിന് വെല്ലുവിളി അവസാനിപ്പിക്കുകയും ചെയ്ത ഒരു വിസ്റ്റം പണ്ഡിതനാണ് ഫൈസൽ മുസ്ലിയാർ. ഏതുപോലെ കൊട്ടപ്പുറം വാദപ്രതിവാദം നടക്കുന്നത് വരെ മുജാഹിദുകളെ നിരന്തരമായി വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. ശരം കണക്കെയുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ തൻ്റെ വാദം സ്ഥാപിക്കാൻ അണികളെ പൊട്ടന്മാരാക്കിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് പരിശുദ്ധ ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് മൗലവി, ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വസ്അൽമൻ അർസൽനാ മിൻ ഖബരിക മിൻ റുസലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത യുഅ്ബദൂൻ എന്ന തൗഹീദിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ഇറങ്ങിയ ആ ആയത്ത് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് തെളിവായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കൊട്ടപ്പുറത്തോതി. ആ ആയത്ത് പിന്നെ ആ സംഘടനയിലെ ഒരു വ്യക്തിയും ഒരു മൂലയിലും ഒരു പള്ളി ദർസിലും പഠിപ്പിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് ഈ ആയത്ത് തെളിവാണ് എന്ന് സമസ്തയിലെ ഒരു വിഭാഗവും ഒരു സ്റ്റേജിലും ഒരു പേജിലും ഒരു ദർസിലും പഠിപ്പിച്ചിട്ടില്ല. അത് ആ കൊട്ടപ്പുറത്ത് മാത്രമാണ് കേട്ടത്. ആ കൊട്ടപ്പുറത്തോടു കൂടി പിന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മുജാഹിദുകളെ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചിട്ടില്ല. കാന്തപുരം മുജാഹിദുകൾക്ക് മുന്നിൽ വന്നിരുന്നിട്ടുമില്ല. അതുപോലെ കോഴിച്ചന സംവാദത്തിൽ ഫൈസൽ മുസ്ലിയാരോടുള്ള ചോദ്യം ജിന്നിനോടുള്ള സഹായതേട്ടം ഷിർക്കല്ലാത്തതിന് പരിശുദ്ധ ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സൂറത്തുൽ അൻആമിലെ 128 ആയത്ത് ഫൈസൽ മുസ്ലിയാർ എണീറ്റ് നിന്നിട്ട് ഓതി. മണിമണിയായി ഞാൻ പറഞ്ഞു എന്നാ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത്. മണിമണിയായിട്ട് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു എന്ന് ഫൈസൽ മുസ്ലിയാർ അവിടെ ആവർത്തിച്ചു വ്യക്തമാക്കി. മുജാഹിദുകൾ പറഞ്ഞു ഫൈസൽ മുസ്ലിയാർ ആയത്ത് ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഫൈസൽ മുസ്ലിയാർ അവിടെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ഈ ഫൈസൽ മുസ്ലിയാർ കേരളത്തിന്റെ മുക്കുമൂലകളിൽ നടന്ന മുജാഹിദുകളെ വെല്ലുവിളിച്ചു. ആ മുജാഹിദുകളെ വെല്ലുവിളിച്ചപ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പത്തപ്പിരിയത്ത് വാദപ്രതിവാദം നടന്നു. ആ പത്തപ്പിരിയം വാദപ്രതിവാദത്തോടു കൂടി ഫൈസൽ മുസ്ലിയാർ മുജാഹിദുകളുമായിട്ടുള്ള വാദപ്രതിവാദം അവസാനിപ്പിച്ചു. ഇനി മുജാഹിദുകളുമായി ഒരു വാദപ്രതിവാദത്തിനിരുന്നാൽ എനിക്ക് ഉപജീവന മാർഗത്തിന് ഞാൻ സമസ്തയിലേക്ക് ജാറങ്ങളിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്ന ആ തിരിച്ചറിവ് ഫൈസൽ മുസ്ലിയാരെ മുജാഹിദുകളുമായുള്ള വാദപ്രതിവാദത്തിന് തടഞ്ഞു നിർത്തുകയാണ്. എന്തായിരുന്നു സഹോദരന്മാരെ കോയിച്ചന സംവാദത്തിലെ വാദം? ഗായിബായ ജിന്നുകളോടുള്ള സഹായതേട്ടം ഷിർക്കാകുന്നതും വസീലത്ത് ഷിർക്കാകുന്നതുമുണ്ട് എന്നാണ് ഫൈസൽ മുസ്ലിയാരുടെ വാദം. ഈ ഗായിബ് എന്നതിനാണ് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവും എന്ന് മലയാളത്തിൽ പറയുന്നത്. മുജാഹിദുകളുടെ വാദം ഗായിബായ ജിന്നിനോടുള്ള സഹായതേട്ടം എല്ലാം ഷിർക്കാണ് എന്ന്. തങ്കാരുടെ വാദം ഷിർക്കാകുന്നതുമുണ്ട് ആകാത്തതുമുണ്ട് ഗായിബായ ജിന്നിനോടുള്ള സഹായതേട്ടത്തിൽ. അതിനു വേണ്ടിയിട്ടാണ് വാദപ്രതിവാദം നടന്നത്. അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിന്റെ മുക്കുമൂലകളിൽ മുഖാമുഖങ്ങൾ നടന്നത്, ഖണ്ഡന മണ്ഡനങ്ങൾ നടന്നത്. ഇന്ന് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ ഒരു വീഡിയോ അൻസാർ നന്മണ്ടയെ ഉപദേശിച്ചുകൊണ്ട് ഇറങ്ങിയതായിട്ട് കണ്ടു. ഇന്ന് അതായത് 15/12/2024. പക്ഷേ
അബദ്ധം സംഭവിച്ചാൽ അബദ്ധമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് തിരുത്തുക എന്നത് ഒരു വിശ്വാസിയുടെ ഗുണമാണ്. ഇന്ന് അൻസാർ നന്മണ്ടക്ക് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറയുന്ന ആ മറുപടിയിൽ സിറാജുൽ ഇസ്ലാം പറയുകയാണ്, ഗായിബീങ്ങളോടുള്ള സഹായതേട്ടം ഷിർക്കാണ്, മരണപ്പെട്ടവരോട് സഹായം തേടുന്നത് പോലെയാണ്. അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം മറ്റുള്ളവരോട് ചോദിക്കുന്നത് പോലെ തന്നെയാണ് ഗായിബീങ്ങളായ ജിന്നുകളോട് സഹായം ചോദിക്കുന്നത്. അത് ഷിർക്ക് തന്നെയാണ്. കാരണം ജിന്ന് ആലമുൽ ഗൈബിൽപ്പെട്ട സൃഷ്ടിയാണ് എന്ന് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറയുന്നുണ്ട്. ഇതിന് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിക്ക് വിസ്റ്റത്തിന്റെ സൗദി അറേബ്യയിലെ ഉള്ള നൗഷാദ് ഹിക്കമി എന്ന് പറയുന്ന ഒരാൾ കൊടുക്കുന്ന മറുപടിയും കൂടി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കും ഇൻഷാ അല്ലാഹ്. ആലമുൽ ഗൈബിൽപ്പെട്ട സൃഷ്ടികളാണ് ജിന്നുകൾ എന്ന് സിറാജുൽ ഇസ്ലാം പറഞ്ഞതിനെ പരസ്യമായി വിമർശിക്കുന്നത് വിസ്റ്റത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട സൗദിയിലുള്ള ഒരു ദായിയാണ്. അതും കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കും ഇൻഷാ അല്ലാഹ്. കാരണം ശിർക്കിന്റെ മാനദണ്ഡങ്ങളായി പണ്ഡിതന്മാർ പഠിപ്പിച്ച പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിൽ ഒന്ന് അത് ജിന്നുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. എന്താണത്? ഒന്ന്, ഒരു കാര്യം പ്രാർത്ഥനയായി തീരുന്നത് ഗായിബിനോട് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് പ്രാർത്ഥനയാണ്. അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഒരു കാര്യം സൃഷ്ടിയോട് ചോദിച്ചാൽ അത് പ്രാർത്ഥനയാണ്. അതേപോലെ തന്നെ ജീവനില്ലാത്ത മയ്യത്തിനോട് ഒരു കാര്യം ചോദിച്ചാൽ അത് പ്രാർത്ഥനയാണ്. ഇതിൽ ഗായിബ് എന്ന ഇനത്തിൽ വരുന്നതാണ് പൊതുവെ ജിന്നുകൾ. ജിന്നുകൾ ആലമുൽ ഗൈബിയിൽപ്പെട്ടതാണ്. സഹോദരന്മാരെ, നിങ്ങൾ കേട്ടല്ലോ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറയുന്നത് ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് പ്രാർത്ഥനയാണെന്നാണ്. അത് പ്രാർത്ഥനയുടെ പരിധിയിൽ വരാത്ത ഒരു സഹായതേട്ടം ജിന്നുകളോടില്ല എന്നാണ് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറയുന്നത്. ഏതുപോലെയാണ്? 1, 2 എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എണ്ണുകയാണ്. 1, അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം അള്ളാഹുവിന്റെ സൃഷ്ടികളോട് ചോദിക്കുന്നത്. 2, മരണപ്പെട്ടവരോട് ചോദിക്കുന്നത്. 3-മത്തത് ഗായിബീങ്ങളോട് ചോദിക്കുന്നത്. ഗായിബീങ്ങൾ ആരാ? ജിന്നുകളും. അദ്ദേഹം വ്യക്തമായിട്ട് പറയാണ്, കാരണം ജിന്നുകൾ ആലമുൽ ഗൈബിൽപ്പെട്ട സൃഷ്ടികളാണ്. മനസ്സിലായില്ലേ? ഒന്നുകൂടി ആലമുൽ ഗൈബിൽപ്പെട്ട സൃഷ്ടികളാണ് എന്ന് പറയുന്ന ആ ഭാഗം നിങ്ങൾ കേൾക്കുക. ഇതിൽ ഗായിബ് എന്ന ഇനത്തിൽ വരുന്നതാണ് പൊതുവെ ജിന്നുകൾ. ജിന്നുകൾ ആലമുൽ ഗൈബിയിൽപ്പെട്ടതാണ്. അവർ അദൃശ്യ ലോകത്തുള്ളവരാണ്. അതുകൊണ്ട് സഹായം തേടുക. അവർ അദൃശ്യ ലോകത്തുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരോട് സഹായം തേടുക എന്നുള്ളത് ശിർക്ക് തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു സംശയവും. ആലമുൽ ഗൈബിൽപ്പെട്ട സൃഷ്ടികളാണ്, അദൃശ്യ സൃഷ്ടികളാണ്. അവരോട് സഹായം തേടുക എന്നത് ശിർക്ക് തന്നെയാണ്, യാതൊരു സംശയവുമില്ലാന്ന്. കോയിച്ചനയിൽ മുജാഹിദുകൾക്കെതിരെ വിസ്തങ്കാരുടെ വാദം എന്തായിരുന്നു? മുജാഹിദുകൾക്കെതിരെ വിസ്തങ്കാരെഴുതിയ വാദം ഗായിബീങ്ങളായ ജിന്നുകളോടുള്ള സഹായതേട്ടം ശിർക്കാകുന്നതുമുണ്ട്, ആകാത്തതുമുണ്ട്. എന്തിനെ ഖുർആൻ ആയത്ത് സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്ത് ഓതിയത്? എന്തിനെ ഖുർത്തുബിയുടെ തഫ്സീർ വായിച്ചത്? എന്തിനായിരുന്നു സഹാബിയുടെ പേരിൽ കളവ് പറഞ്ഞത്? സഹാബിയുടെ ഉദ്ധരണി എന്തിനാ വായിച്ചത് നിങ്ങൾ? എന്നിട്ടും നിങ്ങൾ ഇപ്പോഴും പറയുന്നു കോയിച്ചന സംവാദത്തിൽ ഞങ്ങളാ വിജയിച്ചതെന്ന്. ഇപ്പോഴും പറയുന്നു നിങ്ങൾ ആ ആയത്ത് നിങ്ങളുടെ പുസ്തകങ്ങളിൽ നിങ്ങൾ എഴുതുന്നു. മരണം എല്ലാവരും അനുഭവിക്കേണ്ടതല്ലേ? പരലോകം എന്നത് പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ലല്ലോ. അള്ളാഹുവിന്റെ വിചാരണയെ നമുക്ക് നേരിടേണ്ടേ? തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്തേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? ഈ തെറ്റ് തിരുത്തിപ്പിക്കാൻ നടക്കുന്നവർ സ്വന്തം പാളയത്തിലെ ആളുകളോടൊന്ന് എങ്കിലും ഇത് നല്ല മനസ്സോട് കൂടിയിട്ടാണ് ഈ വീഡിയോ ഇറക്കിയത് എങ്കിൽ അവരോട് പറയണ്ടേ, ആ ആയത്ത് ഫൈസൽ മുസ്ലിയാരെ നിങ്ങൾ ഓതിയത് അബദ്ധമാണ്. ആ ആയത്ത് നിങ്ങൾ അവിടെ ആ വിഷയത്തിന് പറഞ്ഞത് അബദ്ധമാണ്, അത് ദുർവ്യാഖ്യാനമാണ്. അത് തിരുത്തി ഈ ജനങ്ങളോട് നിങ്ങൾ പറയണം, എൻ്റെ വശത്ത് അബദ്ധം സംഭവിച്ചു, അത് ഞാൻ തിരുത്തുന്നു എന്ന് പറഞ്ഞൊന്ന് തിരുത്തിപ്പിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്താ ചെയ്യാത്തത്? ഈ ദുനിയാവിന്റെ പളപളപ്പിൽ പലതും നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന ബോധം നിങ്ങൾ അതിൽ നിന്നും മാറ്റി നിർത്തുന്നു അല്ലേ? ഒരു പക്ഷേ കോർഫുഖാനിലെ പള്ളിയിലെ ഖത്തീബിന്റെ സ്ഥാനം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. ഇസ്ലാഹി സെന്ററിൽ ഫാമിലി നിങ്ങളുടെ ഭാര്യയും 5 മക്കളുമായുള്ള താമസം അവിടെ നിന്ന് നിങ്ങളെ പുറത്താക്കുമെന്ന ഭയമായിരിക്കാം ഇത് ഫൈസൽ മുസ്ലിയാരെ കൊണ്ട് തിരുത്തിപ്പിക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നത്. നിങ്ങൾ എത്ര ഭയപ്പെട്ടാലും മുജാഹിദുകൾക്ക് പ്രശ്നമില്ല.
മുജാഹിദുകൾ കേരളത്തിന്റെ മുക്കുമൂലകളിൽ പറയും, ഈ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്, ശിർക്ക് സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയും. അത് ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിൽ പറഞ്ഞു ജിന്ന് ഗായിബീങ്ങളും ആലമുൽ ഗൈബിൽപ്പെട്ട സൃഷ്ടികളുമാണ് എന്ന്. ആ ഭാഗം കൂടി ഒന്ന് ആവർത്തിച്ച് ഞാൻ നിങ്ങളെ കേൾപ്പിക്കണം. ജിന്നുകൾ ആലമുൽ ഗൈബിയിൽപ്പെട്ടതാണ്, അവർ അദൃശ്യ ലോകത്തുള്ളവരാണ്. നിങ്ങൾ കേട്ടല്ലോ, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറയുന്നത് ജിന്നുകൾ ഗായിബീങ്ങളാണ്, ആലമുൽ ഗൈബിൽപ്പെട്ട സൃഷ്ടികളാണ് എന്നാണ് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറയുന്നത്. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ഈ പറഞ്ഞതിനെ നഖശികാന്തം എതിർക്കുന്നത് കേരള നദുവത്തുൽ മുജാഹിദീന്റെ ഏതെങ്കിലും പണ്ഡിതനല്ല. വിസ്റ്റത്തിന്റെ സൗദിയിലെ ദായിയായ നൗഷാദ് ഹിക്കമി എന്ന് പറയുന്ന വിസ്റ്റം പണ്ഡിതൻ തന്നെ എതിർക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. അപ്പൊ ആലമുൽ ഗൈബിൽ പെട്ടതാണ് എന്നുണ്ടെങ്കിൽ പൊന്നാര പടപ്പെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സംസാരിച്ചത് ആരോടാ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആരോടാ സംസാരിച്ചത്? ആലമുൽ ഗൈബിൽ പെട്ട ഒരു സൃഷ്ടി എങ്ങനെയാണ് ആലമുൽ ഷഹാദയിലുള്ള മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുന്നത്? അതെങ്ങനെ ഉണ്ടാകുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സംസാരിച്ചത് ആരോടാ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത് ആരോടാ? മനുഷ്യന്റെ ശരീരത്തിൽ ജിന്ന് ബാധയുണ്ടാകും, പിശാച് ബാധയുണ്ടാകും. ഈ ആലമുൽ ഗൈബിൽപ്പെട്ട സാധനം എങ്ങനെയാണ് ഭൗതിക ലോകത്ത് വന്ന് കാണും മനുഷ്യന്റെ ശരീരത്തിലേക്ക് കയറുന്നത്?